10 റുപ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോ ഇട്ടാലേ കിട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉള്ള വീഡിയോ അങ്ങോട്ട് ഇട്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളെ വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാലും. ഏതായാലും 2-3 ദിവസം ഈ ഒരു മാക്സി തന്നെ ഇട്ട വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും വിചാരിക്കേണ്ട എല്ലാതും ഓരോ ദിവസത്തെയാണ്, നല്ല വ്യത്യസ്ത ദിവസങ്ങളിൽ 2-3 ദിവസം മുന്നേക്ക് എടുത്ത് വെച്ച വീഡിയോസൊക്കെ ആണ് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചാരും പാരൊന്നും ഇവിടെ ഇല്ല, ഏട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവരുടെ സമയത്തിലെടുത്ത വീഡിയോ ആണ് ഇതിലിങ്ങനെ കാണുന്നത്. ഒരു 9 മിനിറ്റ് വീഡിയോ കാണുന്നുണ്ട്. അന്ന് പിന്നെ ഇതെന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇരുന്നതാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഏതായാലും മക്കളുള്ള ദിവസം മക്കളെ നോക്കൽ എന്ന് പറയുന്നത് എല്ലാ അമ്മമാരും ഒരു ടാസ്ക്കാണല്ലേ. എനിക്ക് 3 മക്കളാണ്, അതായത് ഇതിനനുസരിച്ചുള്ള നോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകണം. കാരണം മക്കളെ നോക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അവർക്ക് ഇപ്പോൾ അവിടെ ഒച്ചമ്പളം ഉണ്ടാക്കിക്കൊണ്ട് തിരിക്കാം കേട്ടോ. ഞാൻ വോയിസ് ഓവറോ കൊടുക്കുകയാണ് ഇപ്പോൾ. കാരണം ഓൺ വോയിസിലാണെങ്കിൽ തന്നെ അവിടെ ഭയങ്കര കച്ചറ പിച്ചറയും കൂടിയോണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ചാരുവിനെ ഇപ്പോൾ അവിടെ നിർത്തി കൊടുത്തിട്ടുള്ളൂ. പാറും ചാരും എന്തോ തമ്മിൽ തല്ലുണ്ടായിട്ടുണ്ട്, എന്തോ പ്രശ്നം. ഏതായാലും യുദ്ധക്കളാവണതിന് മുന്നേ ചാരുവിനെ ഞാൻ പൊക്കി കൊടുത്തുകൊണ്ട് ഇരുത്താണ് കേട്ടോ. ആളൊരു പാവാണ് കേട്ടോ. എന്നാണല്ലോ ഓളെ അങ്ങോട്ട് കാട്ടി നല്ലോണം കാട്ടും ചെയ്തു കേട്ടോ. വെറുതെ ഒന്നും വിട്ടു കൊടുക്കില്ല. മറിച്ച് എൻ്റെ അമ്മയ്ക്ക് 2 പെൺകുട്ടികളാണ് കേട്ടോ. ഞാനും എൻ്റെ ചേച്ചി. ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു ചെറുപ്പത്തിൽ കേട്ടോ. ചേച്ചിയാണെങ്കിലോ ഭയങ്കര പാവം, ഓളിപ്പോഴും പാവമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർക്ക് ഉപ്പുമാവും ചായയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇവിടെ ആകെ പരത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മളെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഉപ്പുമാവല്ല കേട്ടോ, ഒന്ന് പുട്ടായിരുന്നു, പുട്ടും ചെറുപയറും. അപ്പോൾ അവിടെ നമ്മുടെ ചാരുമ്മ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചാരുമ്മ വേം പോട്ടെ പാറു കേട്ടോ വന്ന് നിൽക്കണത്. പാറു വേം പോട്ടെ കുപ്പായ ഇടാതെ വന്ന് നിന്നാൽ എന്നെ ഒന്ന് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ചാരുവിൻ്റെ കയ്യിൽ ഞാനൊരു സംഭവം കൊടുത്തോണ്ട് ഓളവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് കമ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ കമ്പൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്താലോ എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തരുടെ സങ്കടവും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ മാറ്റി കൊടുക്കണമല്ലോ. എനിക്ക് എന്ന് പറഞ്ഞാൽ ഇവരെ നോട്ടം കഴിഞ്ഞിട്ട് വേറെ എന്താ പരിപാടി കേട്ടോ. അതുകൊണ്ട് ശരിക്കും ഒരു കണ്ടൻറ്റായിട്ട് രാവിലെ മുതലേ മക്കളെ നോക്കി 3 മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോസൊക്കെ ആയിട്ടൊക്കെ ഇട്ടാൽ അത്യാവശ്യം നല്ല റീച്ചിലായിട്ട് പോകും. കാരണം എല്ലാവർക്കും അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണല്ലോ ഇഷ്ടം. നമുക്ക് ചിലപ്പോൾ അതൊന്നും നോട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മക്കൾ കീരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ കരഞ്ഞും പിരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും നേരം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു ചാരുവിനൊരു ഭാഗത്ത് അങ്ങോട്ട് ഇരുത്തി ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെ നിന്ന് വൃത്തിയാക്കുക എന്നുള്ളത് കേട്ടോ. പുട്ടും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആകെ 2 കഴിച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ ഓരോ ഭാഗത്തു കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പെട്ടെന്നൊന്നും എടുക്കാനൊന്നും എന്നെ കൊണ്ട് വയ്ക്കില്ല കേട്ടോ. എനിക്ക് ആക്കും പോലെയാണ് എല്ലാതും, ഞാനൊരു ബസ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് മോറ് വെക്കണം, ഇതൊക്കെ തന്നെയാണ് നമ്മളെ പരിപാടി. അങ്ങനെ ഞാൻ ഈ പുട്ടൊക്കെ ആകെ പരത്തിയിട്ടുണ്ടായിരുന്നു. അധികമൊന്നുമില്ല, എന്നാലും കുറച്ചിങ്ങനെ പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ലെവലാക്കിയിട്ട് തരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പാറുവിനെ കൊണ്ടൊരു കുപ്പായൊക്കെ ഇടിയിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട്, അതായത് നമ്മുടെ ഫോണിന് മുന്നിൽ നിന്ന് കുപ്പായിടാത്ത ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റുള്ളൊരു ഇക്ക് വേണം ചേച്ചീൻ്റെ അങ്ങനത്തെ കുപ്പായം, ഇത് ഞാൻ ഊരുമില്ലെങ്കിൽ ഞാൻ ഷെട്ടി ഊരും തന്നെയാണ്. അതിൻ്റെ ഭാഷയാണ്. നമുക്ക് 2 കൊണ്ടിട്ട് അങ്ങനത്തെ ഒരു കുപ്പായം. ഇതൊക്കെയാണ് മക്കളെ നമ്മളെ വീടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പം ഞാനേ ഊരല്ലേ നമുക്ക് കമ്പൊക്കെ പുഴുങ്ങണ്ടേ, നമുക്ക് അമ്മ എടുത്ത് തരാം കേട്ടോ പുഴുങ്ങാൻ. അമ്മ ഇത് എടുത്ത് ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കട്ടെ കേട്ടോ. എന്നിട്ട് അമ്മേൻ്റെ കുട്ടിക്ക് കമ്പം എടുക്കണം, അത് പൊളിച്ച് തരണം കേട്ടോ അമ്മയ്ക്ക് പുഴുങ്ങാനെന്നൊക്കെ പറഞ്ഞു വിളിക്കാൻ കേട്ടോ. അങ്ങനെ ആശ്വസിപ്പിച്ച് കൊണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഞാൻ എന്തെങ്കിലും എടുക്കണതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ മക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ എല്ലാ പരിപാടികളും എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇനി അതിൻ്റെ അടുത്ത പ്രശ്നം പറഞ്ഞാൽ ഒരു കോട്ടിയുണ്ട്. ആ കോട്ടി അവൾക്ക് കിട്ടണം, അതിൻ്റെ ഉള്ള വാശിയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഓളത്തെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം കിടക്കുക. ഈ ഒരു പരിപാടി അതൊരു മെയിനാണ് മക്കളെ. എന്ത് കാര്യത്തിനും വാശി പിടിച്ചിട്ട് ഒറ്റ കിടത്തൻ്റെ കുട്ടി. അന്ന് പിന്നെ ആട് കരച്ചിലായി. ഞാൻ പറഞ്ഞു അമ്മേൻ്റെ കുട്ടി ഇവിടെ ഇരിക്കട്ടോ, അമ്മ നമുക്ക് കമ്പം പുഴുങ്ങാൻ എടുത്തുതരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് ഇനി അവസാനം ഞാൻ കൊടുത്തു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഇജ്ജ് വിക്രസ് കാട്ടും എനിക്ക് തരുന്നില്ല എന്നിട്ട് പാറുവിനോട്. അപ്പം അങ്ങനെ ഞാൻ ചാരുവിനൊന്ന് കൊടുത്തു, പിന്നെ ഞാൻ പാറുവിനും കൊടുത്തു കേട്ടോ. കാരണം നമ്മളങ്ങനെ വേർതിരിവൊന്നും കാട്ടുന്ന സ്വഭാവം നമുക്കില്ല. അങ്ങനെ ഉണ്ടാവില്ല, ഏതമ്മമാർക്കൊന്നും അറിയാം. എന്നാലും എന്നിട്ട് പിന്നെ വേഗം ഞാൻ കൊടുത്തു കേട്ടോ. എന്നിട്ട് കൊടുത്ത് വികൃതി നമുക്ക് കുറച്ച് വികൃതിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കും കിട്ടി, എനിക്കും കിട്ടി ചാരു, എനിക്കും കിട്ടി എന്നൊക്കെ പറഞ്ഞെടുക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ ഇത് പുഴുങ്ങിയിട്ട് തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ 2 ആളും
രണ്ടാൾക്കും കൊടുത്തു. ഇനി അത് വലിച്ച് ഇതാക്കിയിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് എന്തായിരിക്കും തരണം എന്നൊക്കെ ലെവലാക്കിയിട്ട് പൊതിഞ്ഞ് തരാമെന്നൊക്കെ പറഞ്ഞു. ഓരോ പണി ഇങ്ങനെ വരികയല്ലേ, ഒന്ന് വൃത്തിയാക്കുമ്പോഴേക്കും ഒന്ന് വരും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് കുറേ മക്കളൊക്കെ ഉള്ള വീട്ടിലൊക്കെ അവസ്ഥ എന്തൊരു അവസ്ഥയാവില്ലേ. ഏതായാലും കുട്ടികളൊക്കെ വളർന്ന് വലുതാവില്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്ന് വിചാരിക്കും. പിന്നെ അതിൻ്റേതായ വേറെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ അമ്മമാർക്കൊക്കെ അങ്ങനെയുള്ള അവസ്ഥയല്ലേ. ഇപ്പോഴും എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളൊക്കെ നോക്കിയിട്ടും ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ഇതിക്ക് എത്തിക്കാൻ പറ്റുന്നില്ലെന്നുള്ള സങ്കടം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അമ്മേൻ്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമുക്ക് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും ആയിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടാന്നൊക്കെ പറഞ്ഞിട്ടോ നമ്മൾ ഒപ്പം അച്ചാർ ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ചാർ വേണ്ട ആളുകളൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നമ്മൾ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുക്കാറുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എൻ്റെ നമ്പർ. ആവശ്യക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും എൻ്റെ മക്കളൊക്കെ ഓരോന്നൊക്കെ തൊലി പൊളിച്ച് വൃത്തിയാക്കിയൊക്കെ തരുന്നുണ്ടോ. ചാര് കണ്ടില്ലേ അവിടെ പൊളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഏതായാലും ഓരോ ഭാഗത്തു കൂടെ ഓരോ പണികളും ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോകലാണ് നമ്മുടെയൊക്കെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ. ഏതായാലും നല്ല രസമാണ് കേട്ടോ. ഇപ്പോഴേക്ക് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. കാരണം മക്കളിപ്പോൾ എൻ്റെ അടുത്തില്ല, അവിടെയാണ്, ഏട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴേക്ക് ഓരെ കാണാൻ മതിയാവും കേട്ടോ. ഞാൻ ഏതായാലും എനിക്കിങ്ങനെ ചെറിയൊരു കയ്യിനൊക്കെ തരിപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം കാൽസ്യത്തിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഏതായാലും ഞാൻ അങ്ങോട്ട് പോകും. ഞാനിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഏട്ടനോട്. ഇന്നിവിടെ ഇപ്പോൾ ഒരു ശിവക്ഷേത്രത്തിൽ അഖണ്ഡനാമാണ്. അപ്പോൾ നാളെ അവിടെ ചാത്തൻ കൊണ്ടുപോകും ക്ഷേത്രത്തിൽ അഖണ്ഡനാമാണ്. അപ്പോൾ ചേട്ടൻ പറയാം എന്നാൽ നാളെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലൊക്കെ കണക്കാവും. ഏട്ടനെ വണ്ടി ഓടിക്കാനും പോകണം, എത്തുമ്പോഴേക്കും കുറച്ച് ടൈമാവും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലില്ല. പിന്നെ കുഴപ്പമൊന്നുമില്ല, നാളെ ഇപ്പം അമ്മ അവിടുത്തെ അമ്മയ്ക്ക് തൊഴിലുറപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരു അമ്പലത്തിലൊക്കെ എല്ലാവരും ഒരുമിച്ച് പോയിക്കോളും. അപ്പം അങ്ങനെ ഞാനിവിടെ ഇതൊക്കെ തൊഴിലൊക്കെ പൊളിച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ തന്നെ അങ്ങനെ പൊട്ടിച്ചെടുക്കട്ടെ. പൊട്ടിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. ചാരു കുറേ നേരമായി ഇങ്ങനെ മല്ലിടൽ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കുട്ടി പാവം. അപ്പം ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ. ഇനി ഇതൊക്കെ പുഴുങ്ങി ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി ഇത് കാണുമ്പോൾ ഊട്ടിയാണ് ഓർമ്മ വരിക കേട്ടോ. ഈ കമ്പം ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ, കമ്പം ഇങ്ങനെ ചൂടാക്കിയിട്ട് നമുക്ക് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാണ് ഓർമ്മ വന്നത് കേട്ടോ. ഏതായാലും കമ്പൊക്കെ കിട്ടി ഞങ്ങളിതൊന്ന് പുഴുങ്ങി ലെവലാക്കി മക്കൾക്കൊക്കെ കൊടുക്കട്ടെ കൂട്ടുകാരെ. അപ്പോൾ നമ്മളെ വീഡിയോ ഒരുപാട് പേര് കാണാറുണ്ട്, സപ്പോർട്ട് ചെയ്യാണ്ട് നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കണ്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇതുവരെ വാച്ച് ചെയ്ത ഒരുപാട് മുത്തുമണികളുണ്ടല്ലോ. അപ്പോൾ അവരോടൊക്കെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.